ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ 3 ചിത്രങ്ങളുണ്ട് തമ്മനയിലിൽ, അതുപോലെ തന്നെ 3 ഡെക്കുകളുണ്ട്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. 1-ൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകഥ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണം ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ. ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഭാവി ജീവിത പങ്കാളി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്. ക്ലാരിഫൈ ദ ടെൻ ഓഫ് പെൻറ്റക്കിൾസ്. നമുക്ക് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യത്തെ കാർഡായി കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ടെൻ ഓഫ് പെൻറ്റക്കിൾസ്. Empress. Clarify the Empress. Wow. Emperor. ഓക്കെ, ഇത് ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്. ഡിവൈൻ കൗണ്ടർ പാർട്സ് പറഞ്ഞാൽ വളരെ ഹീൽഡ് ആയിട്ടുള്ള ആ ഒരു ഹയർ ലെവൽ വേർഷനിലേക്ക് മാറിയിട്ടുള്ള, ഇത് ഡിവൈൻ യൂണിയൻ ആണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഡിവൈൻ യൂണിയൻ ഇൻ ദ സെൻസ് നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളി ആയിക്കോട്ടെ ആ ഒരു ഹയസ്റ്റ് വേർഷനിലേക്ക് കംപ്ലീറ്റ്ലി എത്തിയതിന് ശേഷമുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഇത് വളരെ ബ്ലെസ്ഡ് ആയിട്ടൊരു ഗ്രൂപ്പാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇവിടെ നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂരിറ്റി, ഒരു സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റഡ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ഒരു സ്ഥിരത ആ ലൈഫിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണം. ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. ഒരു കുടുംബ ജീവിതം എന്ന ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. അതിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇമോഷണൽ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, ഇമോഷണൽ അവൈലബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹോൾ പാക്കേജ് എന്ന് പറയില്ലേ, ആ ലെവലാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്ന ഒരു പങ്കാളിയായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല നിങ്ങളെ തുല്യമായിട്ട് കണക്കാക്കുന്ന. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ഒരു മാറ്റം വരുത്തുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു കൺസെപ്റ്റ്, ഇപ്പൊ ഇൻ കേസ് നിങ്ങളുടെ എന്താ പറയണ്ടേ, ഒരു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി. നിങ്ങളെ തുല്യമായിട്ടാണ് കണക്കാക്കുക. അത് വെറുതെ വാക്കുകൊണ്ട് പറയല്ല, പ്രവൃത്തികൾ കൊണ്ടും ആളത് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ, അതായത് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് അവരുടെ ഈക്വൽ പാർട്ട്ണറാണ്. ഓക്കെ, അവർ പങ്കാളിയാണ്. അവർക്ക് താഴെയോ മുകളിലോ നിൽക്കുന്ന ഒരാളല്ല. അങ്ങനെ അവരത് അവരുടെ പ്രവൃത്തിയിലൂടെ അത് അവർ കാണിക്കുന്നതാണ് എന്ന് കാണുന്നു. പിന്നെ ഒരു ഫൈനാൻഷ്യൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഫൈനാൻഷ്യൽ ഒരു എന്താ പറയണ്ട സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ ഒരു ലൈഫാണ്, ഒരു ലക്ഷൂറിയസ് ലൈഫാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യലി നിങ്ങളൊരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറുന്നുണ്ട് ഈ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടെ. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫിനേക്കാളും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതിനേക്കാളും സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ ഉയർന്ന ഒരു സ്ഥിതിയിലായിരിക്കും എന്ന് കാണുന്നു. അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയിലൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു എന്താ ഒരു നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ കാര്യമായ മാറ്റം വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ ഉണ്ടാകുന്നുണ്ട്. അതെപ്പോഴും പറയാം, നമ്മുടെ മനസ്സ് അത്രയും സന്തോഷിക്കുമ്പോഴാണ് നമ്മുടെ ഫേസ് ആ ഫേസിൽ കാണിക്കും. നമ്മൾ എത്രത്തോളം ഹാപ്പി ആണോ നമ്മുടെ മനസ്സിലുള്ള എന്താണ് നമ്മുടെ ഫേസിൽ കാണിക്കും. അതങ്ങനെയാണ്. ഓക്കെ, അത് എക്സ്പ്രഷൻ വൈസ് അല്ല പറയണേ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് അത്രയും ഒരു, പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിലും വളരെ ഗ്ലോയിങ് ആയിട്ടിരിക്കും. അത് ആ തരത്തിലുള്ള ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലും ഒരു മാറ്റം കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അധികം യാത്രകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ വ്യക്തിയുടെ കൂടെ. അവര് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്.
ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് എന്താ പറയാ, ഒരു യാത്ര എന്നുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അതിനോട് താല്പര്യം കുറഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. നിങ്ങൾ യാത്രകളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നു, യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ജീവിതത്തിന് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം, ഓക്കെ, വരാനിരിക്കുന്ന ആ ജീവിതത്തിനെ കുറിച്ച് എപ്പോഴും ബെസ്റ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു പ്രേരണ ഇൻ ദ സെൻസ്, അത് ഫോഴ്സ്ഫുള്ളി അല്ല, നിങ്ങൾക്ക് നാച്ചുറലി അത് അങ്ങനെ സാധിക്കാണ്. അതും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ യെസ്, കൂടുതൽ യാത്രയുടെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു നല്ല പാർട്ട്ണർ ആയിരിക്കും അങ്ങനത്തെ ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബെസ്റ്റ് പാർട്ട്ണറായി മാറുന്നു. നിങ്ങൾ അവരിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഓക്കെ, ഒരു പാർട്ട്ണർ എന്നാൽ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് മാറുന്നു. അതിന്റെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. അവർക്ക് ചേർന്നൊരു പങ്കാളിയായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വേറെ കാര്യം, നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെൻസ്, പ്രത്യേകിച്ച് ഒരു പ്രണയത്തിന്റെ കാര്യത്തിൽ, ഓക്കെ, റൊമാൻറ്റിക് ആകുമ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് അതിനെ വൾണറബിൾ ആകാൻ, റൊമാൻറ്റിക്കലി ഒരുപാട് സംസാരിക്കാനോ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് അടുത്ത മാറ്റം കാണുന്നത്. നിങ്ങൾക്ക് കൂടുതൽ, അതും വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നു, വളരെ വൾണറബിൾ ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയാണ്. ഒരു തരത്തിലുള്ള ചമ്മലോ അല്ലെങ്കിൽ മടിയോ ഒന്നും കൂടാതെ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് ത്രൂ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അതായത് വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കാണുന്നത്. അത് പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം വെക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് ധൈര്യം, എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ ഇത്തിരി പിന്നാക്കം നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഈ ഒരു ജീവിത പങ്കാളി വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാകുന്നു. റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം ചെയ്യാനൊരു പേടിയോ ഒന്നും കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് അത്രയും സപ്പോർട്ട് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ധൈര്യം വരുന്നത്. ഓക്കെ, പിന്നീട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമ, ഇപ്പൊ അധികം ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്താ പറയാ, പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ ഒരു ടെൻഡൻസി നിങ്ങളിൽ കാണുന്നു. പിന്നെ എപ്പോഴും ഒരു ആക്റ്റീവ് ആയിരിക്കാനുള്ള ഒരു ടെൻഡൻസി, അപ്പൊ അധികം ആക്റ്റീവ് ആകാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മാറുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ. നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഓക്കെ, നിങ്ങൾ അതിനൊക്കെ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഇപ്പൊ ലൈഫിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫൈനാൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയണ്ടേ, ഡിസിപ്ലിൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വരുന്നതായിട്ട് കാണുന്നു. പിന്നെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച്, അതായത് പണത്തിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിവുകൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല നല്ല ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾ കേപ്പബിൾ ആകുന്നതായിട്ട് കാണുന്നു. അങ്ങനത്തെ മാറ്റങ്ങളാണ് നിങ്ങളിൽ, ഈ പറഞ്ഞ മാറ്റങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. ഡീറ്റെയിൽ റീഡിംഗ് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം, നമുക്ക് അപ്പോൾ ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ട് ഒരു പിക്ക ചാം റീഡിംഗ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ മറക്കാതെ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 പെട്ടുള്ള കളക്ടീവ്സിന്റെ ജീവിത പങ്കാളി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പിന്നെ ചാരിയറ്റ്. അപ്പോൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ, ഓക്കെ, മടിയൊന്നും കൂടാതെ വളരെ പ്രതീക്ഷയോടെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാൻ, ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കാൻ നിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒരു രീതി നിങ്ങളിൽ വരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെയാണ്. ഓക്കെ,
ആ ഒരു മടി കൂടാതെ അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി വന്നതിന് ശേഷമാണെന്ന് കാണുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. താങ്ക് യു. സെൽഫ് ലവ്. ഓക്കെ, സെൽഫ് ലവ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ആ സെൽഫ് ലവ് എന്ന കൺസെപ്റ്റിനെ നിങ്ങൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണെന്ന് കാണുന്നു. കറക്റ്റ്, നമുക്ക് കിട്ടിയ കാർഡ് നോക്കൂ. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളോട് പറയുന്നത്. അതായത് അവര് ആണ് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൂല്യം, ഓക്കെ, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. ഓക്കെ, ഇൻ ദ ബെസ്റ്റ് വേ. നെഗറ്റീവായിട്ടും നമുക്ക് അത് സംഭവിക്കാം, പക്ഷെ ഇവിടെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടൊരു എനർജിയാണ് കിട്ടുന്നത്. അവരാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ അങ്ങനെ അവരിലൂടെ നിങ്ങൾ തിരിച്ചറിയാണ് നിങ്ങളുടെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്തൊരു വേർഷൻ നിങ്ങളുടെ, ഓക്കെ, നിങ്ങളുടെ ചില സ്കിൽസ്, നിങ്ങൾക്കുള്ള ചില ബ്ലെസ്സിങ്സ്, അതൊക്കെ അവരിലൂടെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. അങ്ങനെ നിങ്ങളും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നു. ആ ഒരു സെൽഫ് ലവിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷനിലേക്ക് നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി വന്നതിന് ശേഷമാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ് അത് കൂടുതൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്നതും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്ന് കാണുന്നു. യെസ്, നിങ്ങൾ ആ ഒരു ഗാർഡഡ് എനർജി നിങ്ങളിലുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ട് അവരത് തിരിച്ച് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഗാർഡഡ് എനർജി ഉണ്ട്. നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ തിരിച്ചാരും സ്നേഹിക്കില്ല, അല്ലെങ്കിൽ മനസ്സ് വേദനിക്കും. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദനിച്ചാലോ എന്നൊരു ഭയം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗാർഡഡ് ആണ്. ഒരാളെയും ഒരു പരിധി വിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് എപ്പോഴും അവരെത്ര എടുക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല. കാരണം നിങ്ങൾക്ക് എന്താ വെച്ചാൽ മുൻപുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഭയമാണ്. അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ ആ ഭയം ഇല്ലാതാക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഗാർഡഡ് എനർജി നിങ്ങളിൽ നിന്ന് മാറ്റുന്നതും ആ ഒരു നിങ്ങൾക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള ആ ഒരു ശക്തമായ ഒരു മതില് പൊളിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. ഓക്കെ, അപ്പൊ അവരിലൂടെയാണ് നിങ്ങൾക്കൊരു ഹീലിംഗ്, പ്രത്യേകിച്ച് ഈ ഒരു കാര്യം, അതായത് ഈ ഒരു ഭയം നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ എത്ര ഹീൽ ചെയ്താലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി വേരോടെ പിഴുതെറിയാന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ, കാരണം അവര് നിങ്ങൾക്ക് തരുന്ന ഒരു ഷുവറിറ്റി ഉണ്ട്, അവരെപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ എന്നുള്ളത്. അതിലൂടെയാണ് നിങ്ങൾ ആ ഒരു ഗാർഡഡ് എനർജി പതുക്കെ പതുക്കെ മാറ്റുന്നതും നിങ്ങൾ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതും. നിങ്ങളും ട്രൂ ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾക്ക് റിസീവ് ചെയ്യും, അതിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതും നിങ്ങളുടെ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഓക്കെ, അവര് നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. യെസ്, കണ്ടോ, പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് ഈ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നത്. ആ ഒരു വിശ്വാസം, അതാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാനാണ് പേടി. കാരണം നിങ്ങൾ വിശ്വസിച്ചവരൊക്കെ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വിശ്വാസവഞ്ചന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ പരിധി വിട്ട് വിശ്വസിക്കാൻ ഭയങ്കര പേടിയാണ്. അത് മാറുക. നിങ്ങൾ കംപ്ലീറ്റ്ലി ആ വ്യക്തിയെ വിശ്വസിക്കുന്നു, അവരിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലും അവരിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹീലിംഗ്, അപ്പൊ നിങ്ങളിപ്പോ അങ്ങനത്തെ ഒരാളാണ്, ഒരു ഈ പറഞ്ഞ പേടിയുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അപ്പൊ ഞാനൊരു ഹീലിംഗ് ഒന്നും ചെയ്യണ്ട, ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ ഹീൽ ആയിക്കോളും, അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ അതിനായിട്ട് ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവിടെ ഒരു എന്താ പറയാ, ഇപ്പൊ ഓൾറെഡി നിങ്ങൾ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡെഫിനറ്റ്ലി. പക്ഷെ ചില ആളുകൾ, ചില കളക്റ്റീവ്സിന് ഇത് കറക്റ്റായി കണക്ട് ആവും. അവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു, പല രീതികളിൽ ശ്രമിക്കുന്നു, എന്നിട്ടും അതിന്റെ ഒരു ചെറിയ അംശം ഇങ്ങനെ കെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഉള്ളവർക്കാണ് ഈ പ്രത്യേകം പറയണത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ. അതാണ് ഈ പറയുന്നത്. അപ്പൊ പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ആയിട്ട് ഉപേക്ഷിച്ച്
കംപ്ലീറ്റ്ലി പ്രസന്റ് ലൈഫിലും ഈ ഫ്യൂച്ചറിലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്, ആ ഒരു രീതി നിങ്ങളിലേക്ക് വരുന്നത്. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രസന്റ് മൊമെന്റിലായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ഭാവിക്ക് വരുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും പിന്തിരിഞ്ഞു നോക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് കാണുന്നു. ആ ഒരു പാസ്റ്റുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തില് നിങ്ങൾ ജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതെനിക്ക് സിംബോളിക് ആയിട്ടാണ് ഈ കാർഡ് കാണുന്നത്. 5 ഓഫ് വാണ്ട്സ്. അതായത് നിങ്ങളും ഈ പാസ്റ്റ് മെമ്മറീസ് നമ്മളൊരു കോൺസ്റ്റന്റ് കോമ്പറ്റീഷനിലാണ്. നിങ്ങൾ അതിനെ സപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് തിരിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു അവസാനം ഉണ്ടാകുന്നതും നിങ്ങൾ സക്സസ്ഫുള്ളി ഈ പാസ്റ്റിനെ റിലീസ് ചെയ്ത് അതിനെ ഡിഫീറ്റ് ചെയ്ത്, ഓക്കെ, അതിനെ തോൽപ്പിച്ച് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ പുറന്തള്ളുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഗ്ലോ അപ്പ്. ഓക്കെ, നിങ്ങളെന്ന വ്യക്തിക്ക് ഈ വ്യക്തി വരുന്നതിന് മുൻപ് ഒരു വേർഷൻ, ഇവർ വന്നതിന് ശേഷം ഒരു വേർഷൻ, അങ്ങനെ 2 വേർഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. എല്ലാവരും അത് പറയുകയും ചെയ്യും. മിക്കവരും അത് നോട്ട് ചെയ്ത് നിങ്ങളോട്, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയായിരിക്കും പറയും, അവൾക്ക് കാര്യം അല്ലെങ്കിൽ ഇവന് കാര്യമായൊരു മാറ്റം വന്നത് അവരുടെ പാർട്ട്ണർ ജീവിതത്തിൽ വന്നപ്പോഴാണ് എന്ന് ഫ്രണ്ട്സ് ഒക്കെ അത് എടുത്ത് പറയുന്ന തരത്തിൽ ഉള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലായിരിക്കും. കാര്യമായി ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളെ തന്നെ ആ ഒരു എന്താ പറയുക പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന രീതി, ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ സംസാരിക്കുന്ന രീതി, പെരുമാറുന്ന രീതിയിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച്. ഓക്കെ, അതെല്ലാവർക്കും കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിത പങ്കാളി കൊണ്ടുവരുന്ന വലിയൊരു മാറ്റമായിട്ട് കാണുന്നുണ്ട്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ഉള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾ ഓപ്പൺ ആകുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ എന്താ പറയാ ചില എന്താ പറയണ്ടേ, പുതിയ ലൈഫിനെ സംബന്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പുതിയ കാഴ്ചപ്പാടുകളായിരിക്കാം, പുതിയ ചിന്താഗതികളായിരിക്കാം. അതിനോടൊക്കെ നിങ്ങൾ കൂടുതൽ ഓപ്പൺ ആകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഓക്കെ, നിങ്ങൾ അതിനെ തന്നെ വളരെ ഈസിലി അക്സെപ്റ്റ് ചെയ്യാണ്. അതല്ലാതെ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രമാണ് ശരി അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി വന്നതിന് ശേഷം. പിന്നെ കൂടാതെ നീതിയുടെ ന്യായത്തിന്റെയും കൂടെ നിൽക്കാനും, ഓക്കെ, സത്യങ്ങളായിട്ട് തന്നെ തുറന്നു പറയാനും, ഓപ്പൺ ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താനും നിങ്ങൾക്ക് ആ ഒരു അത്തരത്തിലൊരു ധൈര്യം കൂടെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ വളരെ നിങ്ങൾ ബ്രേവ് ആകുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ അവിടെ ആരും പേടിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ എന്താ പറയുക, നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഭയമില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഓൾറെഡി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിനൊരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ, ന്യായത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ മിക്കപ്പോഴും ഒറ്റപ്പെടാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു അനുഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു ആളെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, സുഹൃത്തായിട്ടോ അല്ലാണ്ടോ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ന്യായത്തിന്റെയും നീതിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ, അതാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അപ്പൊ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഈ സൈഡ്, ഈ ഒരു വേർഷൻ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ധൈര്യമാണ്, നിങ്ങൾ കൂടുതൽ സത്യങ്ങൾ തുറന്നു പറയാനൊക്കെ നിങ്ങൾ തയ്യാറാകുന്നു. നീതിയുടെ ന്യായത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു. കാരണം നിങ്ങൾക്ക് അത്രയും സപ്പോർട്ട് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ്, വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ നൽകിയിട്ടുള്ളതിൽ ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, കോളുകൾ സ്വീകരിക്കുന്നതല്ല എന്ന് അറിയിക്കുകയാണ്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ റെസ്പോൺസ് കിട്ടുന്നത് തന്നെയാണ്. അതുപോലെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതിന്റെ ഒരു ലോങ് റീഡിംഗ്, ഒരു പിക്കച്ചാം റീഡിംഗ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലിത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ ജീവിത പങ്കാളി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്.
ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 8 of Swords ആണ് കേട്ടോ. Clarify the 8 of Swords. Ace of Pentacles. Clarify the Ace of Pentacles. Two of Cups. ഓക്കെ, അപ്പം എനിക്കൊരു മെസ്സേജ് കിട്ടിയതിന് കൺഫർമേഷൻ ആണത്. അതായത് നിങ്ങൾക്കൊരു ചിന്ത ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഓക്കെ, അത് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കാം കേട്ടോ, അതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് അർഹതയില്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സീരിയസ്, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഒരു സേഫ്റ്റി ഉള്ള ഒരു കുടുംബജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു പങ്കാളി നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു അർഹതയില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, നിങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊരു ചിന്ത, അത് നിങ്ങളുടെ സ്വന്തം ചിന്തകളാണ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിനെ മാറ്റിമറിക്കുന്ന ആളാണ് ഈ ഒരു വ്യക്തി. ഇത് ഒരു പ്രണയവിവാഹത്തിന്റെ ഒരു എനർജി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവർ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത്. പക്ഷെ അവര് അങ്ങനെ വിട്ടുതരുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. അവര് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, അവരുടെ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരികയാണ് നിങ്ങളുടെ ഈ ഒരു ചിന്തകൾ, അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. ഓക്കെ, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻസെക്യൂരിറ്റി, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നൊക്കെ നിങ്ങൾ ഫ്രീ ആകാൻ, സ്വതന്ത്രരാകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് ഈ വ്യക്തിയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. ഓക്കെ, അവര് നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ, അവര് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു മാറ്റം, നിങ്ങളുടെ ചിന്തയിൽ ആ ഒരു മാറ്റം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. അതായത് നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ നിങ്ങൾക്കും അർഹതയുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടുന്ന എഫേർട്ട് എടുക്കാനായിട്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എങ്ങനെ ഇതിൽ നിന്ന് ഹീൽ ചെയ്യണം, ഇതൊക്കെ നിങ്ങളെ ശരിക്കും എന്താ പറയാ ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കാണുന്നുണ്ട്. അവരാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോ അവർക്ക് അത്ര സ്പിരിച്വലി അവർ അവെയർ ആണെന്നില്ല, പക്ഷെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അവരൊരു അഡ്വൈസേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് മാറുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു എന്താ പറയുക, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ മാറുന്നതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞ്, അതൊക്കെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് ആണ്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിലൂടെയാണ്. ഓക്കെ, അതുവരെ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ ആ ഒരു നിങ്ങളുടെ ആ ഒരു ശ്രമം പൂർണ്ണമായിട്ടും ഫലം കാണുന്നുണ്ടാകില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ റീഡിങ് കണക്ട് ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നമ്മൾ എഫേർട്ട് എടുക്കണം. ഒന്നും ചെയ്യാതിരുന്നിട്ട് ലൈഫിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു എന്താ പറയാ സെൻസും ഇല്ല, പറയുന്നില്ല. ഓക്കെ, നമ്മൾ ആക്ഷൻസ് എടുക്കണം. അത് ചിലത് ഫിസിക്കൽ ആക്ഷൻസ് ആണ്, ചിലത് മെന്റൽ വർക്കുകളാണ്, ഇന്നർ വർക്കുകളാണ്. പക്ഷെ നമ്മളത് ചെയ്യണം. ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റം കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്ന് ചെയ്ത നാളെ റിസൾട്ട് കിട്ടില്ല, അതും എപ്പോഴും ഓർക്കുക. ഓക്കെ, നമ്മൾ ചെയ്യുക, നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് റിസൾട്ട്, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. റിസൾട്ട് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വരും ചെയ്യും. വരുമ്പോൾ നമുക്കത് കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കാണാനും, ജീവിതത്തിലുള്ള ഓരോ മൊമെന്റിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു നല്ല നല്ല കാര്യങ്ങൾ, ഓക്കെ, അതിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ, അതായത് ജീവിതത്തിന്റെ പ്രസന്റ് മൊമെന്റിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അത് കൂടുതൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്, ആ തരത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ ചിലപ്പോൾ മിക്കതും ഈ പ്രസന്റ് മൊമെന്റിൽ അധികം ഫോക്കസ് ചെയ്യാത്ത ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരുന്നത് അതാണ്, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചെറിയ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ട്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതാണ് ആസ്വദിക്കേണ്ടത് എന്നൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ജീവിതത്തിനെ സുന്ദരമായിട്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ ഈ നിങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റിസ്കുകൾ എടുക്കാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ, എപ്പോഴും സേഫ് സോൺ, കംഫർട്ട് സോണിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി, ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള റിസ്ക്, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനും, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതും, നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നതും നിങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെയാണ്. ഓക്കെ, കുറച്ച് നാള് റീഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫസ്റ്റ് റീഡിങ് കുറച്ച് പ്രശ്നമായിരിക്കും. ഓക്കെ, 3 of Pentacles, 9 of Swords. ഓക്കെ,
നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ടെൻഡൻസി ഉണ്ടെന്ന് കാണുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച് ഇപ്പം അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആ പ്രിപ്പറേഷനേക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് സമയം കളയും. എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാം, എങ്ങനെയൊക്കെ ലക്ഷ്യത്തിൽ എത്താതിരിക്കാം, അങ്ങനെ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് കാണുന്നു. പക്ഷേ നിങ്ങളെ അതിൽ നിന്ന് അങ്ങനത്തെ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസിയിൽ നിന്ന് മാറി ഓക്കെ നിങ്ങളുടെ ആൻസൈറ്റിനെ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ് ശരിക്കും. അതാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആ പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അവരുടെ സപ്പോർട്ട് ത്രൂ ഔട്ട് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ ആസ്പെക്റ്റിലൊക്കെയാണ് എനിക്ക് കാണുന്നത്. കരിയർ ബിസിനസ് ആസ്പെക്റ്റില് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ നോട്ട് യുവർ ആൻസൈറ്റി എന്നുള്ള ഒരു ഫ്രേസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശീലിക്കാൻ സാധിക്കുന്നത്, അത് എങ്ങനെ ശീലിക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അവരാണ് നിങ്ങളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുക ആക്ച്വലി. ഓക്കെ വളരെ അവർ ഹീലിംഗ് ശരിക്കും നിങ്ങൾക്കൊരു ഹീലിംഗ് ഒരു ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഒരു തറോ ഹീലിംഗ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി വന്നതിന് ശേഷമാണ് എന്ന് കാണുന്നു. ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അവര് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരുപാട് നിങ്ങളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പുരോഗതി കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ചില നിങ്ങളുടെ നെഗറ്റീവ് നറേഷൻസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അതിൽ നിന്നൊക്കെ അതൊക്കെ ആ ഒരു ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് വരാനും ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുടുംബ ജീവിതം, വിവാഹ ജീവിതം അതിന് നിങ്ങൾക്ക് അർഹതയുണ്ട്, നിങ്ങൾ അതിന് പൂർണ്ണമായും അർഹതയുള്ള ഒരു വ്യക്തിയാണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനും ആ ഒരു വീണ്ടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ലഭിക്കുന്നതിനും ഒക്കെ നിങ്ങളുടെ ജീവിത പങ്കാളി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവരാണ് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളത് എപ്പോഴും ഏതൊരു കാലത്തും നിങ്ങൾ ആരോടും നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ഈ ഒരു പോയിന്റ് എടുത്തു പറയാം. ഒരുപാട് മാറ്റങ്ങൾ എന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അത് എക്സ്റ്റേണൽ അപ്പിയറൻസിലായിരിക്കില്ല, നിങ്ങൾ എന്ന വ്യക്തിയിൽ ഓക്കെ നിങ്ങളുടെ ആ ഒരു ഇന്നർ കോറിലാണ് അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിങ്ങൾ എവിടെയും അത് നിങ്ങൾക്ക് പറയാൻ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആയത് നിങ്ങളുടെ ജീവിത പങ്കാളി വന്നതിന് ശേഷമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത് എപ്പോഴും പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ അങ്ങനെ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാനും അത് ആസ്വദിക്കാനും നിങ്ങൾ പഠിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിത പങ്കാളി തന്നെയാണ്. ഓക്കെ ചിലപ്പോൾ അവരിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് സൈക്കിക് ഗിഫ്റ്റ് ഉണ്ടെന്നും നിങ്ങൾ അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ തിരിച്ചറിയുന്നത് അവരിലൂടെ ആയിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നൽകിയിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ സ്വീകരിക്കുന്നതല്ല. ഓക്കെ പിന്നെ അതുപോലെ നിങ്ങൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റീഡിങ്ങിന്റെ പിക്കച്ചാം വേർഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എന്നോട് പറയണം. ഓക്കെ അതുപോലെ തന്നെ റീഡിംഗ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.